ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെ ഒരു രൂപം വെച്ചെന്നെ സിനിമയിൽ എടുത്തു. അറേ എന്റെ മനസ്സിലെ പോലും സിനിമ ഭയങ്കര നല്ല കുട്ടപ്പന്മാരല്ല. അല്ല, അതെങ്ങനെയാണ് സംഭവിച്ചത്? കാരണം പത്മരാജൻ മുതോളമാണ്. അപ്പം എങ്ങനെയെങ്കിലും കണ്ടായിരുന്നോ അതോ? ഇല്ല, ഇതിനകത്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. മറ്റേ ഇന്റർവ്യൂ മീൻസ് ഈ അന്നത്തെ മാതൃഭൂമി വീക്കിലിയിൽ പത്മരാജന്റെ പെരുവഴിയമ്പലം എന്ന നോവൽ അന്ന് 11-12 ലക്കമേ ഉള്ളൂ. അത് സിനിമയാകുന്നു. പത്മരാജൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നു. അതായിരുന്നു അന്നത്തെ മാഗസീൻസ് കൂടെ ഞാൻ കണ്ടത്. എനിക്കൊന്ന് ചിത്രരമ അങ്ങനത്തെ ഇതിലുമാണ്. ഇതിൽ കണ്ടിട്ടാണ് ഇങ്ങനെ സംഭവം അറിയുന്നൊക്കെ. അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു. അതിൻ്റെ പ്രൊഡ്യൂസറുടെ കത്തും ജോസ് പ്രാശി സാറിൻ്റെ അനിയനാണ്, പരമ്പരാശിയായിട്ടാണ് പ്രൊഡ്യൂസർ. അപ്പം ആ അഡ്രസ്സിൽ ഒരു കത്ത് ഫോട്ടോ അയച്ചു. അത് എൻ്റെ ബ്രദറാണ് എടുത്തത്. ഹരിയോ? അല്ല, ഹരിയുടെ മൊത്തം ബ്രദർ. അപ്പം അങ്ങനെ അയച്ചിട്ട് റിപ്ലൈ വരിക ചെയ്തു. റിപ്ലൈ വന്നിട്ട് നിങ്ങളുടെ കത്തും ഫോട്ടോയും കിട്ടി, നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നത് ഒരു തിരുവനന്തപുരം ഹോട്ടലിൽ നികുഞ്ചം കേന്ദ്രമാണ്. അപ്പം അവിടെ ഇത്ര ഒരു ജൂൺ മാസമാണ്. അത് ഡേറ്റ് പറഞ്ഞു. ആ മാസം ഇങ്ങനെ 2 ദിവസം അതിലേതെങ്കിലും ഒരു ദിവസം വരണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പ്രൊഡ്യൂസറുടെ കത്തെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ലോട്ടറിയാണ്. 78. അങ്ങനെ നേരെ അവിടെ പോയി, ബസ്സിൽ കയറി നമ്മൾ പോയി ചെന്നപ്പോൾ അതിനകത്ത് ഒരു വലിയൊരു ഹോൾ, ഈ നെവിഞ്ച ഹോട്ടലിന്റെ മോളില് അറിയാമല്ലോ ഇന്ന് അതില്ലല്ലോ. അവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു ഹോളിനകത്ത് നിരന്ന് പിള്ളേരൊക്കെയ. ഇവിടെ നല്ല സുന്ദരന്മാര്. ഞാൻ ഞെട്ടിപ്പോയി. അത് അപ്പോഴേ ഞാൻ എഴുതി ഒരിക്കലും കിട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഏമാരുടെ മുമ്പേ നമ്മൾ എങ്ങനെ പോയി നിൽക്കുമെന്ന് എൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറഞ്ഞ സുന്ദരന്മാരുടെ സമയമില്ലേ. അപ്പം അന്നത്തെ നസീർ സാറും മധുസാറും ഇവരൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുകയല്ലേ. സത്യൻ മാഷും ഒക്കെ ഉള്ള ഈ ഒരു പേര് നമ്മുടെ മനസ്സിൽ അതൊക്കെയാണല്ലോ. യാതൊരു കറപ്ഷൻ കിട്ടില്ലെന്ന് തോന്നി. തിരിച്ചങ്ങോട്ട് സ്ഥലം വിട്ടാലെന്നൊക്കെ ആലോചിച്ചു. നടക്കത്തില്ല. എങ്ങനെ നമ്മളിത് ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇന്റർവ്യൂവിനെ വിളിച്ചു. ഇവിടെ അപ്പം ഇന്റർവ്യൂ ബോർഡിൽ വന്ന പരാജേട്ടന് പ്രൊഡ്യൂസർ പ്രേമരാശിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ണർ കുഞ്ചപ്പനുണ്ട്. അദ്ദേഹം കൃഷ്ണൻകുട്ടി നേരേട്ടൻ, പിന്നെ ജോഷി മാത്യു, അസോസിയേറ്റ് അജയൻ ചേട്ടൻ, തൊപ്പിൽദാസ് സാറിന്റെ മകൻ. ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്റർവ്യൂ ഏറ്റവും അവസാനം എന്നെ വിളിക്കുന്നത്